ഈ സീസണിലെ ഏറ്റവും നല്ല ചങ്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഷാനവാസും അനീഷും അല്ല, പകരം അത് അക്ബറും അപ്പാനിയുമാണ്. ഇനിയുണ്ട് രണ്ടുപേരും കൂടെ വരാനായിട്ട്, ഒനീലും അഭിയും. എനിക്കും ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു രണ്ട് കപ്പിൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അപ്പാനി ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഒരുപാട് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പാനി നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പാനിയെ കുറേ പേര് പുറത്ത് ഒരുപാടധികം ഹേറ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ എന്തായാലും അപ്പാനി ഒരുപാട് ഒതുങ്ങിയാണ് പെരുമാറുന്നത്. അപ്പാനി ഭയങ്കര കോൺഷ്യസ് ആണ്. നല്ല കാര്യം. ഒരു വ്യക്തിക്ക് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ എല്ലാ നെഗറ്റീവ്സും നമ്മളങ്ങ് ഭയങ്കര ജെനുവിൻ ആയിട്ട് റിയൽ ആയിട്ട് ഞാൻ ഇങ്ങനെയാ എല്ലായിടത്തും ഇങ്ങനെയാ എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ക്യാമറ ഓണാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വേറെ കുറേ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒതുങ്ങിയേ ഇതിങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ റിയൽ ആയിട്ട് സംസാരിക്കാൻ കാര്യമില്ല. അത് ആ ഒരു പരിപാടി അവകാശപ്പെടുമ്പോൾ ഇപ്പം അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ആദ്യമൊക്കെ എങ്ങനെ നിന്നോ അതിൽ നിന്ന് മാറേണ്ടി വന്നു. അതേപോലെ അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം അപ്പാനി കുറെ എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്, ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് കരുതി വന്നതാണ്. കുറച്ച് മാസ് ഡയലോഗ് പറയണം. അത് അപ്പാനി ഇന്ന് റിവീൽ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു പുറത്ത് സംഭവിച്ചെന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ലൈവിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാം. അതിന് മുന്നേ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സംഭവം എന്ന് വെച്ചാൽ അക്ബറും അപ്പാനിയും കൂടെ ഊഞ്ഞാലാടി കാര്യം പറയുകയാണ്. അപ്പൊ ഈ എവിക്ഷൻ എന്ന് പറയുന്നത് അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനേ വയ്യ. കാരണം അനുമോളുടെ PR ആണ് അപ്പാനിയുടെ PR എന്ന് നമ്മൾ പലതവണ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവരൊക്കെ തന്നെ പറയുന്നത് കേട്ടിരുന്നു. അതായത് നമുക്കിപ്പോ അനുമോളുടെ PR എന്ന് പറയുമ്പോൾ തന്നെ ഒരു പയ്യന്റെ മുഖം ഓർമ്മ വരും, ഒരു വിനു അങ്ങനെ എന്തോ ഒരു പയ്യനുണ്ടല്ലോ. ആ പുള്ളിക്കാരൻ അവരുടെ ആ ഒരു ടീം അല്ലെങ്കിൽ അവൻ തന്നെ ആയിരുന്നിരിക്കാം ഈ പറയുന്ന അപ്പാനിക്കും പൈസയൊക്കെ കൊടുത്ത് അപ്പാനി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പാനി അത് എടുത്തു പറയുന്നുണ്ട്. ഒരു തരത്തിലും ഈ പറയുന്ന PR എന്ന് പറയുന്നത് വോട്ട് മറിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര വോട്ട് കിട്ടി ഞാൻ ഇത്ര ആഴ്ച 3 ആഴ്ച എന്നല്ല 5 ആഴ്ച 10 ആഴ്ച എന്നൊന്നും പറഞ്ഞല്ല. അതൊന്നും അല്ല PR. പകരം നമ്മൾ അവിടെ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അതുപോലെ വോട്ടൊക്കെ അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാനും കുറെ പോസ്റ്റേഴ്സ് ചെയ്യാനും, ഇതാണ് സത്യത്തിലുള്ള PR. ഇത് എല്ലാ വ്യക്തികൾക്കും വേണം. ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്ക് അതൊരു പ്രൊമോഷൻ, അതാണ് ആ ഒരു PR-ന്റെ ഒരു ഗുണം. ആ പ്രൊമോഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? അവര് കുറേയധികം ട്രോൾ വീഡിയോസ് ഉണ്ടാക്കും. അത് എന്ത് വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അതിനകത്ത് അവര് ഒരു BGM ഒക്കെ കൊടുത്ത് ഭയങ്കര ഫണ്ണാക്കണമെങ്കിൽ ഫണ്ണാക്കും, തമാശയാക്കണമെങ്കിൽ തമാശയാക്കും. ഇപ്പോ അനീഷും രേണു സുധിയും തമ്മിലുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. അനീഷ് പറയുന്നുണ്ട്, നീ കണ്ണടച്ചെടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സീൻ, പോടോ ഇതൊക്കെ ഇപ്പോഴും അത് ഹിറ്റായി നിൽക്കുന്നത് ബിഗ് ബോസിന് പ്രൊമോഷൻ കൊടുക്കുന്നതാണ്. അതൊരു പ്രൊമോയാണ്. ആ PR എന്ന് പറയുന്ന ഒരു സംഭവത്തെ നല്ല കൃത്യമായിട്ട് അപ്പാനി അവിടെ പറയുന്നുണ്ട്. പക്ഷേ വോട്ട് മറിക്കാനോ അല്ലെങ്കിൽ ഇത്ര വോട്ട് വേണം എന്ന് പറഞ്ഞിട്ടൊന്നും അപ്പാനി ചെയ്തിട്ടില്ല. ഇതേ കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളും ചെയ്തിട്ടുള്ളത്. അനുമോള് സഹിതം, അനുമോളും അക്ബറും ഈ പറയുന്ന ആദില നൂറ ഇവർക്കൊക്കെ ഇതിനൊക്കെയുള്ള ടീമുണ്ട്. അല്ലാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മറ്റേ ആദില നൂറ ഫാൻസ്, അനീഷ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അനീഷ് PR എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അനീഷ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് പേജുകൾ ഉണ്ടാക്കി രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനകത്ത് ഇങ്ങനെ കോണ്ടന്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇവർക്കൊന്ന് മൂത്രം ഒഴിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നും പോവണ്ടേ? അല്ലെങ്കിൽ ഈ ഒരു 100 ദിവസം അവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? നമുക്കിപ്പോൾ ഇതൊരു റിവ്യൂ ചെയ്യുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു 7 മണി വരെ ഞാൻ ഇതും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ അതിനപ്പുറം ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ആൾക്കാരും അതല്ലാതെ ഇതിനൊരു ജോലിയായിട്ട്, അതായത് ഞാൻ ഒരു 10,000 രൂപ തരാം, അല്ലെങ്കിൽ ഞാൻ ഒരു 50,000 രൂപ തരാം, 1,00,000 രൂപ തരാം, പക്ഷെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ രാത്രി വരെ അല്ലെങ്കിൽ 24 hours ഈ ഒരു 100 ദിവസം എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെയാണ് PR, കാശ് കൊടുത്തുള്ള PR എന്ന് അപ്പാനി കൺസിഡർ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്ന ഈ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾ എടുത്തിട്ടുള്ള PR. ഓക്കെ, അതില് ഈ പറയുന്ന അനുമോളുടെ അതേ വ്യക്തി തന്നെയാണ് അപ്പാനിയുടെയും ഈ പറയുന്ന സീനുകൾ എടുത്തിട്ടുള്ളത്, അതായത് മീൻസ് PR എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അപ്പാനി അക്ബറിനോട് പറയുന്നുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസിലേക്ക് അപ്പാനി വന്ന സമയത്ത് അപ്പാനിക്ക് പുറത്ത് അപ്പാനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് മേ ബി ആ വിനു ആയിരിക്കാം, അതായത് അനുമോളുടെ PR എന്ന് പറഞ്ഞു നടക്കുന്ന ആ ആളായിരിക്കാം.
അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് ഈ പറയുന്ന അപ്പാനിയുടെ കാര്യത്തിൽ എന്തോ ഒരു തർക്കം ഉണ്ടാവുകയും അത് അവർ കളഞ്ഞിട്ട് പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം അപ്പാനിയുടെ ഭാര്യയും മക്കളും സഹോദരങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് അവര് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തത്. അതായത് ഈ പോസ്റ്റിങ്ങും അതുപോലെ അപ്പാനിയെ ബൂസ്റ്റ് ചെയ്യുന്ന കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് അപ്പാനി അറിയുന്നതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോളുടെ കുറെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അനുമോളുടെ PR എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആള് അനുമോൾക്ക് വേണ്ടിയിട്ടും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്തു കൊടുക്കുന്നുണ്ടാകാം. അത് മാത്രമല്ല, ഈ പറയുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ ഏഷ്യാനെറ്റിന്റെ പ്രൊമോയ്ക്ക് താഴെ വന്നിട്ട് അനുമോൾ വോട്ട് ചെയ്യുക, അനുമോൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു 1000 കമന്റ് റെപ്പറ്റീഷനിൽ വരാം. ഇതൊക്കെ PR തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ കുറെ അധികം ഫാൻസുകളെല്ലാം കൂട്ടം കൂടി സ്വയമേ, അതായത് മീൻസ് പൈസയൊന്നും കൊടുക്കാതെ കുറെ പേര് ഇങ്ങനെ കൂട്ടം കൂടും. അത് സത്യം പറഞ്ഞാൽ ഒരു പണിയില്ലാത്തവരാണ്. അവർക്കൊന്നും വേറെ പണി കാണത്തില്ല കേട്ടോ. അല്ലെങ്കിൽ അവർ ഇതിനകത്തൊക്കെ അഡിക്റ്റ് ആയി കുറച്ച് നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതൊക്കെയാണ് വലിയ കാര്യം. ചിലപ്പം പഠിക്കുന്നവർ എക്സാം ഒക്കെ ഉള്ളതായിരിക്കും, എക്സാമിന്റെ തലേന്നൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇരുന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരുടെയൊക്കെ ജീവിതം ഒരു വഴിക്ക് പോകുന്നുണ്ടെന്ന് കൂടി ഓർക്കുക. ഇവരൊക്കെ ഇരുന്നിട്ട് അനീഷിന് വോട്ട് കൊടുക്കുക, അനുമോൾക്ക് വോട്ട് കൊടുക്കുക, അക്ബറിന് വോട്ട് കൊടുക്കുക, അക്ബർ ജയിക്കണം, അക്ബറിന് ഇങ്ങനെ ഭയങ്കര ബുള്ളിങ് ആണ്, ഇങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അനുമോളുടെ ഫാൻസ് തന്നെ ആയിരിക്കും പോയി അക്ബറിനെതിരെ പറയുന്നത്, അല്ലെങ്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത്. ഇതൊക്കെ ഇവരുടെ ഇടയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കാം. ഏതായാലും അക്ബറും അതുപോലെ അപ്പാനിയും ഈ കാര്യങ്ങളിനകത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ അനുമോളുടെ പേരൊന്നും വലിച്ചിടുന്നില്ല. ഇവർ ഇങ്ങനെ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുമുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. കറക്റ്റായിട്ട് അപ്പാനി പുറത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ അക്ബറിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഈ PR എന്ന് പറയുന്നത് സ്റ്റിൽ എല്ലാവർക്കും റണ്ണിങ് ആണ്. ഒരാളില്ലാതെ എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ബിന്നിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ബിന്നിക്ക് ഇങ്ങനെ വലിയ PR ഉള്ളതുപോലെ തോന്നിയില്ല. ഉണ്ടായിരിക്കാം, ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബിന്നിയുടെ ഹസ്ബൻഡിന് പോലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബിന്നിയുടെ പോസ്റ്റുകൾ എടുത്ത് റീഷെയർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. ബിന്നിയുടെ ഹസ്ബൻഡ് ഫുൾ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സീരിയൽ ആക്ടറാണ്. അപ്പൊ അവർ വേറെ കാശ് കൊടുത്ത് വേറൊരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അനുമോളെ കുറിച്ച് PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ബിന്നിക്കും PR ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും PR ഉണ്ട്. സോ നിങ്ങൾക്ക് PR-നെ കുറിച്ചുള്ള നിങ്ങളുടെ ഇത്, പിന്നെ അതുപോലെ അനുമോളുടെയോ അനീഷിന്റെയോ അക്ബറിന്റെയോ ഒക്കെ PR എന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുന്നേ, ഞാൻ പിൻ ചെയ്ത് വെക്കാം. കാരണം ഇതിൽ വരുന്ന ഓഡിയൻസിന് കാണാൻ പറ്റില്ല PR എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ PR ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെഫിനിഷനും കൂടെ കമന്റിൽ പറയാം. സോ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.